ഫൽയഫ്രഹു എന്ന് പറഞ്ഞാൽ അത് അംറ് അല്ലേ? അങ്ങനെയാകുമ്പോൾ അംറ് വുജൂബിനല്ലേ? അപ്പം നിങ്ങൾ നബിൻ്റെത് മാത്രമാണോ ജന്മദിനം കൊണ്ടാടുക? ഈസാ നബിൻ്റെത് കൊണ്ടാടൂലേ? കാരണം മറ്റൊരു സ്ഥലത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചും റഹ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജന്മദിനം ക്രിസ്മസ് അത് നിങ്ങൾ ആചരിക്കുമോ എന്നായി പിന്നെ ഫൈസൽ മൗലവിയുടെ ഒരു ചോദ്യം. അത് വിചിത്രമായ ഒരു വാദമാണ്, ഇതുവരെ ആരും ഉന്നയിക്കാത്ത ഒന്നാണ്. ഈ പൊട്ടൻ മൗലവി അവിടെ അത് പ്രയോഗിച്ച് നോക്കിയതായിരുന്നു. ഏളക്ക് പിടിച്ചു മുജ്തബ ഫൈസി. സുന്നി പണ്ഡിതന്മാർ ഇസ്തിഖാമയുടെ ചുണക്കുട്ടികൾ പിടിച്ചു. ഈ ക്രിസ്തുമസും നബിദിനും കൂട്ടിക്കെട്ടാൻ നോക്കണ്ട. അതും ഇതും തമ്മിൽ എന്ത് ബന്ധമാവുള്ളത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്താണോ നമുക്കുള്ളത്? ചോദ്യങ്ങൾ തിരിച്ച് ശരഹർഷം പോലെ വന്നു. അവരുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറഞ്ഞു. ഈ ആയത്തിനെ സംബന്ധിച്ച് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ് ഇവിടുത്തെ റഹ്മത്ത്. ആ റഹ്മത്താണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇവിടെ നബിദിനാഘോഷം കൊണ്ടാടാൻ കെ എം മൗലവി, നിങ്ങളുടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സാക്ഷാൽ കെ എം മൗലവി എന്താണോ അതിന് മാനദണ്ഡമായി പറഞ്ഞത്, അതിന് തെളിവായി പറഞ്ഞത് ഈ ആയത്താണ്. എന്തേ അത് നിങ്ങൾക്ക് തെളിവല്ലാതായത്? ഞങ്ങൾ ആ ആയത്തോതുമ്പോൾ, ഞങ്ങൾ സൂറത്ത് യൂനുസിലെ ആയത്തോതുമ്പോൾ അതൊന്നും അതിന് ബാധകമല്ല എന്ന് പറയുമ്പോൾ അന്ന് കെ എം മൗലവിക്ക് എന്തേ ഈ പിന്നെ ക്രിസ്മസ് കൊണ്ടാടിക്കൂടായിരുന്നോ? അതിന് തെളിവായി ആയത്ത് പറഞ്ഞുകൂടായിരുന്നോ? അദ്ദേഹം പറഞ്ഞില്ലല്ലോ. ഈ ചോദ്യം തിരിച്ചങ്ങോട്ട് ചോദിച്ചപ്പോൾ മൗലവി ഉത്തരം മുട്ടി. മൗലവി ക്രിസ്മസ് എന്ന് പറയുന്ന സംഭവം ഇതുമായി കൂട്ടിക്കെട്ടാൻ നോക്കി. കൃത്യമായി അതിന് കൊടുത്തു. അവസാനം എന്തുണ്ടായി? സുന്നികൾ ചെയ്യുന്ന ഓരോ ആചാരങ്ങളും ഓരോ കർമ്മങ്ങളും, മുജാഹിദ് പ്രസ്ഥാനവും അവരുടെ പിൽക്കാലത്തോടെ സംഘടന ഉണ്ടാക്കിയതും ഓരോ സമ്മേളനങ്ങളും അവരുടെ സാൽവേഷനും അവരുടെ മദ്രസയും പള്ളിയും നബിയും സഹാബത്തും അല്ലെ അവരെ കാലത്ത് ഇല്ല എന്നതിൻ്റെ പേരിൽ ഒരു കാര്യം ദുരാചാരമാവില്ല. ഒരു കാര്യം ബിദ്അത്താവണമെങ്കിൽ അത് നുസൂസിന് എതിരാവണം, ഖുർആനിൻ്റെ ഹദീസിന് നസ്സുകൾക്കെതിരാവണം, അതിന് ഘടക വിരുദ്ധമാവണം. അതാണ് മൻ അഹ്ദസ ഫീ അംരിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ് എന്ന് പറഞ്ഞത് എന്നൊക്കെ കൃത്യമായി അവതാരകനും നമ്മുടെ ചോദ്യകർത്താക്കളും അതുപോലെ തന്നെ കൃത്യമായി മറുപടി പറഞ്ഞ മുജ്തബ ഫൈസിയും പറഞ്ഞപ്പോൾ മുജാഹിദ് പ്രസ്ഥാനമുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഹദീസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കും. നബിദിനാഘോഷം ബിദ്അത്താക്കണം, അതിന് ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങളോ അതിലേക്കൊരു മടക്കൂല്ല. നമുക്ക് പ്രമാണം എന്താ? ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങൾ, മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ശാമ, ഇങ്ങനെ പരശതം പണ്ഡിതന്മാർ ഇത് പുണ്യകർമ്മമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു യുസ്തഹബ്ബു ലനാ, നമുക്കത് സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തോട് ഇനിയും ചോദിക്കാനുണ്ട്. ഇവരുടെ ഇടയിൽ തന്നെ ഈ അടുത്ത് ചോദ്യം ഉണ്ടായി. ചെറുവാടിയിലും അതേപോലെ മറ്റ് സംവാദ സ്ഥലങ്ങളിലും ഒക്കെ മുഖാമുഖ വേദിയിൽ അവർക്ക് ചോദ്യം ഉണ്ടായി. അതിൽ ഫൈസൽ മൗലവിയോട് ചോദിച്ച ചോദ്യത്തിന് ഫൈസൽ മൗലവി പറഞ്ഞതും റഫീഖ് സലഫിയോട് ചോദിച്ച ചോദ്യത്തിന് റഫീഖ് സലഫി പറഞ്ഞതും രണ്ട് വീക്ഷണമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങൾ. കാരണം അവർ ഇജ്തിഹാദിന്റെ ബാബ് തുറന്നോലാണല്ലോ. അതായത് പെരുന്നാൾ നിസ്കാരത്തിന്റെ തക്ബീറുകളിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ദിക്ർ അത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല. അത് എവിടുന്നാ കിട്ടിയത്? സഹാബാക്കൾ എല്ലാവരും പറഞ്ഞിട്ടില്ല. അപ്പൊ പ്രാമാണികമായി അല്ലെങ്കിൽ അവരിൽ നിന്ന് മാതൃകയില്ലാത്ത ഒന്നായതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, ചില സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്, അത് അംഗീകരിച്ചിട്ടുണ്ട്, അത് സുന്നത്താണ് എന്ന്. അപ്പൊ അവർ സുന്നത്താണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റഫീഖ് സലഫി എന്ത് പറഞ്ഞു? അത് സുന്നത്താണെന്ന് പറഞ്ഞു. അപ്പൊ സുന്നത്താണ് എന്ന് ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞ പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ അത് സുന്നത്താണ് എന്ന് വെക്കാം. അല്ല, ആ ദിക്ർ വേണ്ട, പാടില്ല, അത് സുന്നത്തല്ല, അത് സഹാബത്തിൽ നിന്ന് അല്ലെങ്കിൽ വ്യക്തമായ ഒരു തെളിവില്ല, നബിയുടെ കാലത്തില്ല, സഹാബത്തിന്റെ കാലത്തില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദിക്ർ ഒഴിവാക്കുകയും ചെയ്യാം, അത് സുന്നത്തില്ല എന്ന പക്ഷത്താണ് ഫൈസൽ മൗലവി. അപ്പോൾ ഫൈസൽ മൗലവി റഫീഖ് സലഫി രണ്ട് തട്ടിലല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി അവർക്കില്ല. ഈ സംഭവത്തിലല്ല കേട്ടോ,
യഥാർത്ഥത്തിൽ അവരുടെ അവസ്ഥ അതാണ്. അവർക്കുള്ള കാര്യങ്ങളൊക്കെ അവർ ഈ രീതിയിലൊക്കെ വിശദീകരിക്കും. ഈ ദിക്ർ ചെല്ലാൻ ഇന്നയാള് തെളിവ്. അതേപോലെ തന്നെ മയ്യത്ത്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറടക്കി ആളുകൾ തിരിച്ചു വരുന്നതിന് മുമ്പ് അവിടെ എത്തിക്കഴിഞ്ഞാൽ മണ്ണിട്ട് ചെല്ലേണ്ട ഒരു കാര്യമാണ് തസ്ബീത്ത്. മറമാടിയതിനു ശേഷം നിർവഹിക്കുന്ന തസ്ബീത്ത്. ആ തസ്ബീത്തിന്റെ വരികൾ ആര് പഠിപ്പിച്ചു? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? ആരാണ് ആ വരികൾ പഠിപ്പിച്ചത്? അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ. ഈ ചോദ്യത്തിന് മുജാഹിദിന് മറുപടി ഉണ്ടോ? പിന്നെ അവര് പുതുതായി കൊണ്ടുവന്ന പലതും ഖുത്ബ പരിഭാഷ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? റസൂലുള്ള പഠിപ്പിച്ചത് എന്താ? സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നിസ്കരിച്ചത് എങ്ങനെയാണോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി അതുപോലെ നിസ്കരിക്കണം എന്നാണ്. ഇവരെന്താ ചെയ്തത്? ഓരോ നാട്ടിലും അവരുടെ മാതൃഭാഷ മലയാള ഭാഷ അതിലല്ലേ ഖുത്ബ? ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? അവരെ മൗലവി തന്നെ അലി മൗലവി മൊറയൂര് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഖുത്ബ പരിഭാഷ നടത്താൻ കൂട്ടരെ എവിടെയാ തെളിവ്? ഖുർആനിൽ തെളിവുണ്ടോ? ഹദീസിൽ തെളിവുണ്ടോ? അല്ല, അത് ബുദ്ധിയോട് തീരുമാനിച്ചതാണ്. അവസാനം ഫൈസൽ മൗലവിയും ബുദ്ധിയോട് തീരുമാനിച്ച് കാര്യങ്ങൾ പിരിയേണ്ട അവസ്ഥ അണ്ടിപോയ അണ്ണാനെ പോലെ ചെറുവാടി സംവാദം സംഭവിച്ചു. അൽഹംദുലില്ലാ, ചരിത്രത്തിൽ വലിയൊരു വിജയമാണ്. ചെറുവാടിക്കാർക്ക് അത് ആഘോഷിക്കാൻ വലിയ വലിയ പാഠം പകർന്ന ഇസ്തിഖാമയുടെ ചുണക്കുട്ടികൾ, അവർക്ക് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അവസാന പോയിന്റിൽ പിടിച്ചു. മുജ്തബ ഫൈസി അവസാന പോയിന്റിൽ പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഫൈസൽ മൗലവിക്കാണ് ആദ്യം നറുക്ക് വീണത് അവലോകനം നടത്താൻ. ആ അവലോകനം എന്താന്ന് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് അറിയോ? നമ്മളെല്ലാ സംഭവത്തിനും കാണുന്ന ഒരു കവലപ്രസംഗം പോലെ ഒരു പ്രസംഗം നടത്തും, അവലോകനം അതിലുണ്ടാവില്ല. യഥാർത്ഥത്തിൽ മുജ്തബ ഫൈസി ആറ്റിക്കുറുക്കി കൃത്യമായി നടത്തിയ അവലോകനം ഇന്ന് നമുക്ക് കിട്ടുമല്ലോ, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ. എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്? മുജാഹിദ് പ്രസ്ഥാനത്തിന് നബിദിനാഘോഷം ബിദ്അത്താണ്, അത് പുണ്യകർമ്മമല്ല, അത് ദുരാചാരമാണ് എന്ന് പറയാൻ അവർക്ക് തെളിവ് ഖുർആനിൽ നിന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, ഹദീസിൽ നിന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്ത് കഴിഞ്ഞു പോയ പ്രാമാണികരായ ഒരു പണ്ഡിതൻ നബിദിനാഘോഷം പാടില്ല എന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയോ എന്ന് ചോദിച്ചിട്ട് 4-5 മണിക്കൂർ സംവാദം നടന്നിട്ട് പോലും ഒറ്റക്കുറുക്കനായി അവർ പറയുന്ന ഒറ്റപ്പട്ടാളമായി, എന്നാൽ കവലച്ചട്ടമ്പിയുടെ എല്ലാ അടവും പയറ്റുന്ന, വായിന്നെടുത്താൽ നുണ പറയുന്ന, ഒരു ഉളുപ്പുമില്ലാത്ത മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ പോലും പറഞ്ഞു പോയി, എന്തിനാണ് മൗലവി നിങ്ങളിങ്ങനെ അപ്പോൾ അവസാനത്തെ അവലോകനം ഒരു മുതലേനി. അത്ര നേരം ഒരു മനുഷ്യന് ഒരു പീഠത്തിൽ നിന്ന് സംസാരിച്ചിട്ട് സുന്നികളെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പ്രതിരോധത്തിലായി. പിന്നെ എന്തൊക്കെയോ ഞഞ്ഞാമിഞ്ഞ പറഞ്ഞ് ബബ്ബടിച്ച് സമയം കളയാനാണ് അയാൾക്ക് കഴിഞ്ഞത്. ഓരോന്നിലും പിടിച്ചു. സുന്നികൾ ഒറ്റയടിക്ക് മുനാദറ എന്താന്ന് പഠിച്ച് പ്രിപ്പേർഡായിട്ട് വന്ന ആളുകളാണ് അവർ. അതുകൊണ്ട് തന്നെ ഇസ്തിഖാമയുടെ പ്രവർത്തകർ ഒറ്റയടിക്ക് ആയത്തടോതല്ല ചെയ്യുക, അവരുടെ വാദത്തിൻ്റെ മർമ്മത്തിൽ പിടിച്ചു, അതത് പൊളിച്ചടക്കി. നബിദിനാഘോഷം അത് ബിദ്അത്താണ് എന്ന് പറയാൻ എന്താണ് മാനദണ്ഡം? തെളിയിച്ചോ നിങ്ങൾ? ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് മുൻകാല പണ്ഡിതന്മാരുടെ ഏതെങ്കിലും ഒരു ഉദ്ധരണി ഫൈസൽ മൗലവി ഓതിയിട്ടില്ല. ഒരു കിതാബ് പോലും നിരത്താൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ അയാളിങ്ങനെ ആ കാണാതെ പഠിച്ചത് ഇങ്ങനെ പറയുന്നുണ്ട്. അവരുടെ പ്രവർത്തകരെ തന്നെ ഇതാക്കിയിട്ടുണ്ടാവും ഇയാളുടെ ഈ ജാള്യത. മുജ്തബ ഫൈസി തൻ്റെ അവലോകനം, അതാണ് അവലോകനം, അതൊരു ഒന്നൊന്നര അവലോകനാണ്. ചെറുവാടി ചരിത്രവും ചെറുവാടിയിൽ നടന്ന സംവാദവും അത് സമസ്തക്കുണ്ടാക്കിയ മുതൽക്കൂട്ടും അത് സമസ്തയുടെ പുതിയ അധ്യായത്തിനൊരു അധ്യായം തുന്നിച്ചേർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം കൃത്യമായി വളരെ ചുരുങ്ങിയ വാചകത്തിലൂടെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാം ജാമ്യവും മാന്യവുമാണത്. ഇതാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. അൽഹംദുലില്ലാഹ്. മുനാദറയുടെ ഒരു വ്യവസ്ഥയും പാലിക്കാതെയാണ് മറുവിഭാഗം വന്നത്. അതല്ലേ ഡിബേറ്റ്, അതല്ലേ മുനാദറ.
എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു മുജ്തബ ഫൈസി ഇന്നലത്തെ ചെറുവാടി സംവാദത്തിൽ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ അതിലേറെ സന്തോഷിക്കുന്നവരാണ്. നാട്ടിലില്ലെങ്കിൽ നാട്ടിൽ ഇരുന്നു കൊണ്ട് അത് കാണണം, കേൾക്കണം എന്ന് അതിൽ സാക്ഷ്യം വഹിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു. പക്ഷെ സാധിച്ചില്ല. മക്കയിൽ നിന്ന് അത് ലൈവായി തത്സമയം വീക്ഷിച്ച് ചെറുവാടിക്കാരനാണെന്ന നിലക്ക് ആ വിഷയത്തിൽ ഏറെ സന്തോഷിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇസ്തിഖാമയുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ധീരരായ പണ്ഡിതന്മാർ, അവർക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്. പ്രത്യേകിച്ച് ആ സംവാദത്തിൽ കൃത്യമായി പ്രസൻറ്റ് ചെയ്ത മുജ്തബ ഫൈസി, അതുപോലെ തന്നെ ജസീൽ കമാലി, ഷിഹാബുദ്ദീൻ അൻവരി, നമ്മുടെ അമീർ ഹുസൈൻ ഹുദവി, അതേപോലെ ആ കൂട്ടത്തിൽ എൻ്റെ സുഹൃത്ത് ഷൗക്കത്ത് ഫൈസി, ഞാനും ഷൗക്കത്ത് ഫൈസി ഒന്നിച്ചായിരുന്നു ജാമ്യയിലുണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സമസ്തയുടെ ജിഹ്വയായി വാലുവക്കിയ വഹാബി മൗലവിമാർക്കൊക്കെ കൃത്യമായി തെളിവുകളുടെ മാലപ്പടക്കങ്ങളിട്ട് മറുപടി പറയുന്ന നമ്മുടെ അബൂ താഹിർ ഫൈസി അടക്കമുള്ള